നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത നിരാശ. കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് കേന്ദ്ര ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്: കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗം ഉണ്ടായിട്ട് പോലും ബഡ്ജറ്റിൽ കേരളത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല എന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങളെ ഒന്നും കണക്കാക്കാത്ത ബഡ്ജറ്റാണിത്. ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബഡ്ജറ്റാണിത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലും ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശ നൽകുന്നതെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കേരളം കേന്ദ്രത്തിന്റെ ചിന്തയിൽ പോലുമില്ലാത്ത അവസ്ഥയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങളൊന്നുമില്ല. ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബഡ്ജറ്റ്. ലോക്സഭാ അംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ട് പോലും കേരളത്തിന് പ്രയോജനമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതെന്ന് CPI MP പി സന്തോഷ് കുമാർ പ്രതികരിച്ചു. കേരളത്തെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബീഹാറിന്റെ പേര് പരാമർശിച്ചതിന്റെ 10-1 പോലും കേരളത്തെ കുറിച്ച് പരാമർശിച്ചില്ല. കേരളത്തിന്റെ ആവശ്യങ്ങളോടൊന്നും കാര്യമായ പ്രതികരണം കാണിച്ചില്ലെന്നും MP പ്രതികരിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണിത്. ബീഹാറിന് പ്രത്യേക മുൻഗണന നൽകി. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ബജറ്റല്ല. ആദായ നികുതിയിൽ ഓരോ സർക്കാരും മാറ്റം വരുത്താറുണ്ട്. അക്കാര്യത്തിൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും MP പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള അവഗണന തുടരുകയാണ്. പ്രസംഗത്തിൽ കേരളം എന്ന വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞില്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളിൽ അവശേഷിക്കുന്നത് കൂടി എടുത്തു കളയുകയാണ് ചെയ്തതെന്നും MP കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്തായാലും കേരളത്തിന് കടുത്ത നിരാശ നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബീഹാറിന് വലിയ രീതിയിലുള്ള ഒരു വാരിക്കോരൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിന് മഖാന ബോർഡ് ബീഹാറിലെ പട്ന വിമാനത്താവളം നവീകരിക്കും. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കും. മാത്രമല്ല ബ്രൗൺ ഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും. പാട്ന എയർപോർട്ട് വികസിപ്പിക്കും. പാട്ന IITക്ക് പുതിയ ഹോസ്റ്റൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും. ബീഹാറിൽ പ്രത്യേക കനാൽ പദ്ധതി നടപ്പാക്കും. മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതിക്കാണ് ബജറ്റിൽ പ്രഖ്യാപനം. ബീഹാറിന് 13,000 കോടി രൂപയുടെ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചോദിച്ചതിൽ കൂടുതൽ നൽകിയാണ് NDA സഖ്യകക്ഷിയായ JDUവിനെ നിതീഷ് കുമാറിനെ ഇത്തവണയും ഒപ്പം നിർത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഫുഡ് ഹബ്ബാക്കി ഇതിനെ മാറ്റും. ബീഹാറിനെ ഇന്ത്യയുടെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നതാണ് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന മഖാന എന്ന പ്രത്യേകതരം താമര വിത്ത് ഉൽപാദനം ത്വരിതപ്പെടുത്താനും മഖാന കർഷകരെ ശാക്തീകരിക്കാനുമായി ബീഹാറിന് പ്രത്യേക മഖാന ബോർഡ് അനുവദിച്ചു. മഖാന ഉൽപാദനം, സംഭരണം, മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തും. മഖാന കർഷകർക്കായി പ്രത്യേക പദ്ധതികളും ആനുകൂല്യങ്ങളും ബോർഡ് വഴി അനുവദിക്കും. 5 IITകളുടെ വികസനം ബജറ്റിലെ പ്രത്യേക പ്രഖ്യാപനമാണ്. ബീഹാറിലെ IIT പട്ന വികസിപ്പിക്കുന്നതിന് ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. പാട്ന വിമാനത്താവളം വികസിപ്പിക്കും. ചെറിയ വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും അനുവദിക്കും. തെലുങ്കുദേശം പാർട്ടിയുടെയും ജനതാദൾ യുണൈറ്റഡിന്റെയും പിന്തുണയോടെ ഭരിക്കുന്ന മോദി സർക്കാർ ഇത്തവണയും സഖ്യകക്ഷികളെ കണക്കറ്റ് പരിഗണിച്ചിട്ടുണ്ട് എന്നതും ഈ ബജറ്റിന്റെ പ്രത്യേകതയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിലും ധനമന്ത്രി ബീഹാറിന് പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാത്രം നിരവധി പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചത്. 2,600 കോടി രൂപയുടെ എക്സ്പ്രസ് വേ പദ്ധതിയാണ് കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. ഈ 2,400 മെഗാവാട്ട് വരുന്ന വൈദ്യുതി പ്ലാന്റും കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയായിരുന്നു ബീഹാറിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിന് കടുത്ത നിരാശ നൽകുന്ന ബജറ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.